പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NSന്റെ +2 പൊളിറ്റിക്കൽ സയൻസ് കോഡ് നമ്പർ 317 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 28ാമത്തെ ചാപ്റ്റർ ഇന്ത്യ ആൻഡ് നെയ്ബേഴ്സ്, ഇന്ത്യ നെയ്ബറിംഗ് കൺട്രിയുമായിട്ടുള്ള റിലേഷൻസ്, പാകിസ്ഥാന്, ശ്രീലങ്ക, ചൈന പോലുള്ള കൺട്രീസുമായുള്ള റിലേഷൻഷിപ്പാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വരുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻസറും ലോങ് ആൻസറും ഒക്കെ നമ്മൾ കഴിഞ്ഞു പോയ വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് സെക്ഷൻ എയിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ബ്രാക്കറ്റ് എന്ന് എടുത്ത് എഴുതാനുള്ളത്, ട്രൂ ഓർ ഫാൾസ്, മാച്ച് ദ ഫോളോയിങ്സ്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെയൊക്കെ ആൻസറുകൾ കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിന്റെ അടിയിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ 28ാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ 28.1, 28.2 ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. അതിന്റെ ആൻസറും അവസാന ഭാഗത്തുണ്ട്. ഓക്കെ, എന്നാൽ മാത്രമേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ഓരോ മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻസ്. ഇന്ന് നമ്മൾ അല്പം ക്വസ്റ്റ്യൻസ് എന്ന് എടുത്തേക്കാണ്. ഒരു 5 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും 5 ട്രൂ ഓർ ഫാൾസ് എന്ന് എടുത്തിട്ടുള്ളത്. ഓരോന്നിനും ഓരോ മാർക്കാണ് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ഇംഗ്ലീഷിലാണ്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. ആൻസർ ഏത് ഭാഷയിൽ വേണമെങ്കിലും എഴുതാം. ഫസ്റ്റ്, ചൈന ബിക്കം എ കമ്മ്യൂണിസ്റ്റ് കൺട്രി. ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി. ഏത് വർഷമാണ്? 1949. രണ്ടാമത് ചോദ്യം, ബാൻഡുങ് കോൺഫറൻസ് ഓഫ് ആഫ്രോ ഏഷ്യൻ കൺട്രീസുമായി ബന്ധപ്പെട്ട ഒരു കോൺഫറൻസ് ആണ് ബാൻഡുങ്. അത് ഹെൽഡ് ചെയ്തത് ഏത് വർഷമാണ്? ആ ബാൻഡുങ് കോൺഫറൻസ് 1955. മൂന്നാമത്, ഡാഷ് വാസ് ദ ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന ഇൻ ദി ഈസ്റ്റേൺ സെക്ടർ. ഏതാണ് ഡാഷ് വാസ് ദ ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ ഇന്ത്യയും ചൈനയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബൗണ്ടറി ലൈൻ ഏതാണെന്നുള്ളതാണ് അറിയുന്നത്. മക്മഹോൻ ലൈൻ ആണ് അതിന്റെ പേര് പറയുന്നത്, മക്മഹോൻ ലൈൻ. അടുത്തത്, ചൈന ലിബറലൈസ്ഡ് ഇസ് എക്കണോമി. ചൈന ലിബറലൈസ് ചെയ്തത് ഏത് വർഷമാണ്? ലേറ്റ് 1970-കളിലാണ്. 1970 ശേഷമാണ് ചൈന ലിബറലൈസ് ചെയ്തത്. അഞ്ചാമത്, ഡാഷ് ഇസ് ദ പ്രസിഡന്റ് ഓഫ് ചൈന വിസിറ്റഡ് ഇന്ത്യ. ഏത് പ്രസിഡന്റാണ് ചൈനയുടെ വിസിറ്റ് ചെയ്തത്? 1996 ജിയാങ് സെമിൻ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റാണ് 1996 വിസിറ്റ് ചെയ്തത്. ഇനി അടുത്ത താഴെ പറയുന്നത് ശരിയോ തെറ്റോ? ശരിയാണ് ട്രൂ, തെറ്റാണ് ഫാൾസ്. The two nations theory was accepted in Indian national. രണ്ട് നാഷണൽ തിയറീസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആക്സെപ്റ്റ് ചെയ്തു. അത് തെറ്റാണ്, ഫാൾസ് ആണ്. രണ്ടാമത്, പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീർ ഇസ് നോൺ ആസാദ് കാശ്മീർ. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട കാശ്മീർ AKP എന്ന് പറയില്ലേ, ആസാദ് കാശ്മീർ എന്നാണ് പറയപ്പെടുന്നത്. അത് ട്രൂ ആണ്, ഫാൾസ് ആണ്? ട്രൂ ആണ്. മൂന്നാമത്, പീപ്പിൾ ഓഫ് ഈസ്റ്റ് പാകിസ്ഥാൻ, അതായത് പാകിസ്ഥാന്റെ കിഴക്ക് ഭാഗത്തുള്ള ആളുകൾ ഡിക്ലെയർ ദംസെൽവ്സ് ഇൻഡിപെൻഡന്റ് 1971. അത് ശരിയാണ്. നാലാമത്, ഷിംല എഗ്രിമെന്റ് വാസ് സൈൻഡ് വിത്ത് ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് ആണ്. ഷിംല കരാർ ഒപ്പുവെച്ചത് ഇന്ത്യയും ബംഗ്ലാദേശും ആണ്. 1972. അപ്പൊ തെറ്റാണ്, ഫാൾസ് ആണ്. അഞ്ചാമത്, കാർഗിൽ വാർ ഹാപ്പൻഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ന്യൂക്ലിയർ ടെസ്റ്റ് ബൈ ന്യൂക്ലിയർ ടെസ്റ്റിന് ശേഷമാണ് കാർഗിൽ വാർ വന്നത് എന്നുള്ളത് തെറ്റാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇതിൽ അവതരിപ്പിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വിഷയത്തിൻ്റെയും മലയാളത്തിൻ്റെ ഗൈഡുകൾ ലഭിക്കാൻ നമ്മൾ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ ആവശ്യങ്ങൾ വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ NSന്റെ SSLC +2 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ടൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഗൾഫിലുള്ളവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സാണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് ഇതെല്ലാം നമ്മൾ നൽകുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും എക്സാം പോയി എഴുതാൻ കഴിയാത്തൊരു സാഹചര്യമാണ്, വീട്ടിലിരുന്ന് മൊബൈലിരുന്ന്
പരീക്ഷ എഴുതാൻ പറ്റുന്ന ബോസ് എഡ്യൂക്കേഷൻ്റെ SSLC +2 100% അത് പാസ്സാണ്. ബോസ് നമ്മൾ ഗ്യാരണ്ടി നൽകണം, പാസ്സായിട്ടുള്ള ഫീസ് തിരിച്ചു തരും എന്നുള്ളൊരു ഗ്യാരണ്ടി. കാരണം 100% എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 100% പാസ്സാകുന്ന ഒരു ബോർഡാണ് ബോസ് എഡ്യൂക്കേഷൻ. അതിന് നമ്മൾ ഇക്വലൻസി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.